Kitchen Magic, powered by Kitchen Treasures and presented by Dhatri Eat Pure. ഇതിലേക്ക് സ്വാഗതം. അപ്പോൾ കിച്ചൺ മാജിക് സീസൺ 4ന്റെ മറ്റൊരു എപ്പിസോഡ് എന്ന് പറയുമ്പോൾ നമ്മളുടെ 12 മത്സരാർത്ഥികളുമായിട്ടുള്ള ഒരു ഫ്രഷ് റൗണ്ടാണ്. ഈ പുതിയ എപ്പിസോഡ് അല്ലെങ്കിൽ പുതിയ ഒരു റൗണ്ട് എന്ന് പറയുമ്പോൾ അതിൽ വ്യത്യാസം പലതും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ഇത് വ്യത്യസ്തമായ മറ്റൊരു റൗണ്ടാണ്. അപ്പോൾ ഇതിലും കുറച്ച് സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് എന്താണ്, ഈ റൗണ്ടിന്റെ ബാക്കി വിശേഷങ്ങൾ ഒക്കെ അറിയണ്ടേ? എന്തായാലും നമുക്ക് ഇനിയുള്ള കുറച്ച് റൗണ്ട്സ് ഇങ്ങനെയുള്ള വ്യത്യാസമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാം. അപ്പോൾ എന്നോടൊപ്പം ഈ മത്സരത്തിൽ ഇതിന്റെ ഭാഗമായിട്ട് ജഡ്ജിങ്ങിന് ഷെഫ് കൂടിയുണ്ട്. അപ്പോൾ ഷെഫിനെ വിളിക്കും. ഷെഫ്, നമുക്ക് ഇനി കണ്ടസ്റ്റൻസിനെ വിളിക്കാം. അപ്പോൾ ഞങ്ങൾ റെഡി. ഇനി കണ്ടസ്റ്റൻസ് പ്ലീസ് വരും. ഓക്കെ, നമ്മളുടെ 12 മത്സരാർത്ഥികൾ ഇവിടെ റെഡിയായി നിൽക്കുവാണ്. എല്ലാവരും നല്ല ഹോംവർക്ക് ഒക്കെ ചെയ്തിട്ടാണോ വന്നിരിക്കുന്നത്? വെൽ പ്രിപ്പയർഡ്. അഞ്ജലി കുട്ടിയാണ് ഏറ്റവും ഫ്രണ്ടിൽ പറയുന്നത്. എല്ലാം ഓക്കെ, വലിയ കുഴപ്പമില്ല. ആൻഡ് വാട്ട് അബൌട്ട് യു, പാലക്കാടുകാരി രാധിക? കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ കാര്യങ്ങൾ? എല്ലാവരും കുഴപ്പമില്ല, കോൺഫിഡൻറ്റ്. ഓക്കെ, ശരി. അപ്പോൾ നമ്മളുടെ റൗണ്ടിലേക്ക് പോകാം. ഓക്കെ, ഇവിടെയും നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ നിങ്ങൾ 3 പേരുള്ള 4 ഗ്രൂപ്പായിട്ട് തിരിക്കുവാണ്. പക്ഷേ ഇൻഡിവിജ്വലായിട്ടാണല്ലോ അസസ്മെൻറ്റ്. നിങ്ങൾ 3 പേരുള്ള 4 ഗ്രൂപ്പ്, അത്രേ ഉള്ളൂ ഗ്രൂപ്പ്. എന്നിട്ട് കാര്യം എന്ന് വെച്ചാൽ ഓരോ 3 പേരെയും നമ്മൾ ഒന്നിച്ചായിരിക്കും അസസ് ചെയ്യുന്നത്. അതിൽ നിന്നും ഒരു കണ്ടസ്റ്റൻറ്റ് ഡേഞ്ചർ സോണിലേക്ക് പോകും. അങ്ങനെ 4 ഗ്രൂപ്പ് ഉണ്ടാകും. അപ്പോൾ 4 കണ്ടസ്റ്റൻസ് ഈ റൗണ്ട് കഴിയുമ്പോൾ ഡേഞ്ചർ സോണിലേക്ക് പോകും. അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 12 കണ്ടസ്റ്റൻസ്, അത് 12 പേരുണ്ട്. 12 പേരെ നമ്മൾ 4 ഗ്രൂപ്പ് ആക്കുന്നു. 3 ഉള്ള 4 ഗ്രൂപ്പ് സമ്മതിച്ചു. ഓക്കെ, അപ്പോൾ ഇനി റൗണ്ട് എന്താണ് നമ്മൾ പറയാം? റൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. ഇവിടെ ഒന്നും ഇല്ലല്ലോ, നിങ്ങൾ ചേരുവ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഒന്നും കാണുന്നില്ല, ടേബിൾ വന്നില്ല, സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഒന്നും കാണുന്നില്ല. അപ്പോൾ എന്തോ ഒരു കാര്യം വരുന്നുണ്ടല്ലേ? ഒന്നുമില്ല. ഇത് വളരെ സിമ്പിളാണ്. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു റൗണ്ട് ആയിരിക്കും. അത്ര സിമ്പിളാണ് അല്ലേ ഷെഫ്? ടു സിമ്പിൾ. വളരെ സിമ്പിളായി പോയി എന്നാണ് ഷെഫിന്റെ അഭിപ്രായം. എങ്കിലും സാരമില്ല, നമ്മളങ്ങനെ ആലോചിക്കുന്നു, വല്ലപ്പോഴും ഒക്കെ സിമ്പിളും ആവാമല്ലോ അല്ലേ? ഓക്കെ, ഇതൊരു 3 ഇൻഗ്രീഡിയൻറ്റ് റൗണ്ടാണ്. 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റൂ. ഓക്കെ, അത് ഏത് വേണമെങ്കിലും ആകാം. 3 ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾക്ക് എടുക്കാം. ആ 3 ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് ഒരു വിഭവം തയ്യാറാക്കണം. അപ്പം 3 ചേരുവ റൗണ്ട്. Confusion now, just ask us, we'll guide you more. But if you go to the cooking range, then you don't have to ask again. ഞങ്ങൾക്ക് പിന്നെ സഹായിക്കാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ ചോദിച്ച് മനസ്സിലാക്കി പോവാം. 3 ചേരുവ എന്ന് പറഞ്ഞാൽ 3 ചേരുവ. അതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഉപ്പ് എടുക്കാമെന്ന് പറഞ്ഞു വേണമെങ്കിൽ. പിന്നെ മണത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും എസൻസ്, ഏലക്ക, പട്ട, ഗ്രാമ്പൂ, ഇങ്ങനത്തെ ഏത് വേണമെങ്കിലും എടുക്കാം, അത് പറഞ്ഞു. സ്പൈസസ്, പക്ഷെ ഗരം മസാല പൊടി അല്ല, മിക്സ്ഡ് സ്പൈസസ് അല്ല, ഗരം മസാല പൊടി വേറെ. ഇതാകാം, മനസ്സിലായില്ലേ? ഏതെങ്കിലും സിംഗിൾ ആയിട്ടുള്ള. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോണ്ടി പോലത്തെ ആണെങ്കിൽ ഇപ്പോൾ റോസ്മേരിയോ തൈമോ ഒറിഗാനോ ഏതെങ്കിലും ഒരെണ്ണം ആകാം, സംതിങ് ലൈക്ക് ദാറ്റ്. അല്ലെങ്കിൽ മിക്സ്ഡ് സ്പൈസ് അതിൽ വരുന്ന സാധനമാണെങ്കിലും ഓക്കെ. ഗരം മസാല പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ പൊടിച്ചെടുക്കുന്ന അല്ലെങ്കിൽ പാക്കറ്റിൽ കിട്ടുന്നത്, അത് വേണ്ട. പിന്നെ ഉപ്പ് സമ്മതിച്ചു, അതുകൊണ്ട് പഞ്ചസാര സമ്മതിക്കുമോ എന്ന് ചോദിച്ചാൽ അത് അല്ല. ഷുഗർ എന്ന് പറഞ്ഞൊരു പ്രധാന ഇൻഗ്രീഡിയൻ്റ്, അത് വേറെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്യുക, ആലോചിക്കുക, പരസ്പരം ചർച്ച ചെയ്യണം എന്നില്ല. ഓരോരുത്തരുടെയും മാർക്ക് അവരവർക്ക് തന്നെയാണ്. ഇതിൽ നിങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ 3 ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ആ 3 പേരിൽ നിന്നും ഏറ്റവും മോശപ്പെട്ട വിഭവം ആര് തയ്യാറാക്കുന്നു ആ ആളായിരിക്കും ഡേഞ്ചർ സോണിലേക്ക് പോകുന്നത്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഗ്രൂപ്പ് തിരിക്കാം. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. അപ്പോൾ നമുക്ക് 3 പേരുള്ള 4 ഗ്രൂപ്പ് കിട്ടും. ഓക്കെ, സ്റ്റാർട്ട് ഫ്രം സുഹേൽ. 1. ഗ്രൂപ്പായി തിരിഞ്ഞിരിക്കുകയാണ്. 3 ഗ്രൂപ്പ്, 3 കണ്ടസ്റ്റൻസ് ഈച്ച്. എങ്ങനെ തോന്നുന്നു? എല്ലാവരും കംഫർട്ടബിൾ?
പ്രത്യേകിച്ച് കംഫർട്ടിന്റെ ലെവലൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിൽ നിന്ന് ഓരോ ആൾക്കാരും ഡേഞ്ചർ സോണിലേക്ക് പോകും. അപ്പം നിങ്ങൾക്ക് കൂടെ ഉള്ള കണ്ടസ്റ്റൻസുമായിട്ടാണ് കമ്പീറ്റ് ചെയ്യുന്നത് ആക്ച്വലി പറഞ്ഞത് അല്ലേ? നിങ്ങൾ 3 പേര് തമ്മിൽ ഈ ഗ്രൂപ്പ് തമ്മിലാണ് ആക്ച്വലി മത്സരം അല്ലേ? ഡേഞ്ചർ സോണിൽ വാട്ട് വാസ് ദ മിസ്റ്റേക്ക് ഷനവാസ്? എന്താ മിസ്റ്റേക്ക് ചെയ്തു? ഗ്രില്ലിംഗ് എന്ന് പറഞ്ഞപ്പോൾ പാൻ വെച്ചിട്ട് ചെയ്തു. അതായത് ഓവനിന് പകരം പാനിൽ വെച്ച് അടച്ച് വെച്ചിട്ട് വേവിച്ചു. പിന്നെ മറ്റത് മസാലയൊന്നും പിടിച്ചില്ല, പിന്നെ കറക്റ്റായിട്ട് വെന്തില്ല എന്നുള്ളൊരു കംപ്ലൈൻ്റ് ആണ് വന്നത്. So these are the priorities level which we are going to check. The choice of round has been offered to you, so make use best of it. So the serious ആയിട്ട് എടുക്കണം ഇച്ചിരി, because this will be like 1-1 each person will come out from your group. So more competition, more creativity. ക്രിയേറ്റിവിറ്റി ധാരാളം വേണ്ട ഒരു റൗണ്ടാണിത്. കാര്യം 3 ചേരുവകൾ മാത്രമേ ഉള്ളൂ, അങ്ങനെ ഒരു ലിമിറ്റേഷൻ നിങ്ങൾക്കുണ്ട്. പക്ഷേ 3 ചേരുവകൾ കൊണ്ട് ധാരാളം വിഭവങ്ങൾ തയ്യാറാക്കാൻ പറ്റും. നിങ്ങളൊന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ധാരണയുണ്ടെങ്കിൽ അത് സാധ്യതയുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ച് വറിയിടാവേണ്ട ആവശ്യമില്ല. മാത്രമല്ല നിങ്ങളിപ്പോൾ നല്ല പ്രിപ്പയർഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്, ഹോംവർക്ക് ഒക്കെ ചെയ്ത്. പഴയ ആൾക്കാരല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എനിവേ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇനി കുക്കിംഗ് ഏരിയയിൽ വെച്ച് കാണാം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോൺഫ്ലവർ ഹൽവയാണ്. ഇതിൽ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് ചോദിച്ചാൽ പഞ്ചസാരയുണ്ട്, കോൺഫ്ലവർ മാവ്, നെയ്യ്, ആവശ്യത്തിന് ഏലക്ക. അത് നമുക്ക് ആവശ്യമായിട്ട് ആദ്യം കോൺഫ്ലവർ മാവ് 2 ടീസ്പൂൺ എടുക്കാം. ഒരു കപ്പ് കണക്കാണ്, സ്പൂൺ കണക്കാണെങ്കിലും എടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ. ആവശ്യത്തിന് പാലിൻ്റെ പരുവത്തിലാവുന്നത് വരെ ആവശ്യത്തിന് വേണ്ട വെള്ളം നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കുക, കട്ട പിടിക്കരുത്. ഒരിക്കലും കട്ട പിടിക്കാത്ത രീതിയിൽ പാലിൻ്റെ പരുവമാകുന്നത് വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അതായിട്ടുണ്ട്. നമുക്ക് പാൻ വെച്ചിട്ട് പാനിലേക്ക് കലക്കി അടി പിടിക്കരുത്. അടി പിടിക്കാത്ത രീതിയിൽ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു കുറുകി വരുന്ന പരുവമാവുമ്പോൾ അതിനിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് അടി പിടിക്കാത്ത രീതിയിൽ ഇളക്കി കൊടുക്കാം. അതൊന്ന് കുറുകി വരും. ഇത് ഏകദേശം ഒരു കുറുകി വരുന്നുണ്ട്. നമുക്ക് ഒരു എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഹൽവ. ഏകദേശം നല്ല പരുവത്തിൽ കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വേണ്ട നെയ്യ് ചേർക്കാം. നെയ്യ് ഒന്ന് അടി പിടിക്കാതിരിക്കാനാണ് നെയ്യ് ചേർക്കുന്നത്. നെയ്യ് നെയ്യിൻ്റെ മണമൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ വേണമെങ്കിൽ ഓറഞ്ചിൻ്റെ ഫ്ലേവർ ഒന്ന് ചേർക്കാം. ഓറഞ്ചിൻ്റെ മാത്രമല്ല, പൈനാപ്പിൾ ആണെങ്കിലും ഇതിൽ ചേർത്ത് കൊടുക്കാം. ആയിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് സിമ്മാക്കിയിട്ട് തീയിലിട്ട് നന്നായിട്ട് നോക്കുക. അത്
ഏകദേശം ഒന്ന് നന്നായിട്ട് ഒരു ഹൽവേൻ്റെ മണവും ഒക്കെ നന്നായിട്ടൊന്ന് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് ഏലക്ക പൊടിച്ചെടുക്കാം. നമ്മളിതിൽ വേറൊന്നും ചേർക്കുന്നില്ല. ഒരു മണത്തിനായിട്ട് കുറച്ച് ഏലക്കാപ്പൊടി. ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഹൽവ കൂടെയാണ്. കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കും. പൊടി ചേർക്കരുത്. കളർ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു ഓറഞ്ചിൻ്റെ ഫ്ലേവറും കിട്ടും. കുറച്ചുകൂടി നല്ല ഓറഞ്ച് കളറും കാണും. നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇതിലിപ്പോൾ ഞാൻ കളർ ചേർക്കുന്നില്ല. മുകളിൽ കുമ്പിള വരാതെ നോക്കണം. നല്ല ഏകദേശം നമ്മളുടെ ഒരു നല്ല ഹൽവൻ്റെ എങ്ങനെയാണോ കുറുകി വരുന്നത് അതിൻ്റെ രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് അതിനെ കുറുക്കിയെടുക്കാം. നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. അതിൽ കുറച്ച് നെയ്യ് പുരട്ടണം. നെയ്യ് പുരട്ടുന്നത് ഹൽവ ഇതിൽ പാത്രത്തിൽ ഒട്ടാതിരിക്കാനാണ്. ചൂടാറി കഴിയുമ്പോൾ ഒന്നുകൂടി നല്ല കട്ടിയായിട്ട് ഏലക്ക വെച്ച് നമുക്കൊന്ന് ഡെക്കറേഷൻ ചെയ്യാം. കാരണം നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല. അപ്പോൾ ഉള്ളത് വെച്ചൊന്ന് അലങ്കരിക്കാം. നമ്മളിതൊന്ന് ചൂടാറിയ ശേഷം പ്ലേറ്റിലേക്ക് മാറ്റി ഡെക്കറേഷൻ ഒന്ന് ചെയ്യാം. ഏകദേശം നമ്മളുടെ ഹൽവ റെഡിയായിട്ടുണ്ട്. അത് ഏകദേശം തണുത്ത് വരുമ്പോൾ പാത്രത്തിൽ നിന്ന് ബൗളിൽ നിന്നും വിട്ട് വരും. അതിനാണ് കുറച്ച് തണുക്കാൻ വയ്ക്കുന്നത്. തണുത്ത് വന്നിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് മാറ്റാം. രാധിക. ഹലോ മാം. രാധിക. രാധിക പാലക്കാട്. പാലക്കാടാണ്. അതെ. പാലക്കാട് വരുമ്പോൾ ഞാൻ എപ്പോഴും പണിയാറ് ഇഡ്ഡലി എന്ന് പറഞ്ഞിട്ട് ഇഡ്ഡലി. അതെ. 5 ഇഡ്ഡലിക്ക് 5 ചട്നി. അവിടെ ഷൂട്ടിംഗ് ആണെങ്കിൽ 7 മണിക്ക് ഞാൻ ആ സ്ഥലത്ത് പോയിട്ട് കഴിക്കും. ഒരു ഷോപ്പാണ്. ഇത് ഒരു സ്വീറ്റ് വെക്കുന്ന ഷോപ്പാണ്. പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ ഇപ്പുറത്തായിട്ട്. അപ്പോൾ അവിടെ 7 മണിക്ക് തീരും. അത് പാളയിൽ വെച്ചിട്ട് കൊടുക്കുന്നത്. പാള അത് പ്ലേറ്റും നമുക്ക് വരും. 5 തരം ചട്നി ഉണ്ണിയപ്പത്തിന്റെ ചട്ടിൽ ഉണ്ടാക്കുന്നത്. മനസ്സിലായി. പണിയാരം അത് ഇവരുടെയാണ്. ചെട്ടിനാട് ഒറിജിനലി. കഴിച്ചിട്ടുണ്ടോ ഈ പറഞ്ഞ സ്ഥലത്ത്? ഇല്ല ഇല്ല. രാധിക അവിടുത്തെ കാര്യമാണെങ്കിൽ ചിലപ്പോൾ അറിയില്ലായിരിക്കും ഈ സംഭവം അവിടെ നടക്കുന്നത്. ഇല്ല ഇല്ല. പിന്നെ നിങ്ങളുടെ ആ ഭാഗത്ത് തന്നെ വേറൊരു ടൈപ്പ് ഓഫ് ഇഡ്ഡലി ഇഡ്ഡലി ഉണ്ട്. സാമ്പാർ ഇഡ്ഡലിയാണ് കൂടുതലാണ്. ഒരു തമിഴ്നാട്, ഏകദേശം തമിഴ്നാടിന് അടുത്തായതുകൊണ്ട് സാമ്പാറിൽ ഇട്ട് വെച്ചേക്കും ഇഡ്ഡലി വെച്ചത്. ഇവിടെ ഇപ്പൊ 3 ഇൻഗ്രീഡിയന്റിൽ എന്തെങ്കിലും ഇഡ്ഡലി അല്ല ഉണ്ടാക്കിയത്. അതെ, ഞാനൊരു ഹൽവയാണ് ഉണ്ടാക്കിയത്. ഹൽവ കോൺഫ്ലവർ വെച്ചിട്ട് ഹൽവ. എളുപ്പത്തില്. എനിക്കൊരു ഡൗട്ട് അല്ലേ, ഇത്ര പെട്ടെന്ന് ഹൽവ അതിങ്ങനെ ഇത്ര 20 മിനിറ്റിൽ ഉറയ്ക്കും. കാരണം കോൺഫ്ലവർ വെച്ച് ചെയ്യുമ്പോൾ ഷുഗർ, നെയ്യ്, 3 സാധനം മാത്രം. ഏലക്കയാണ് അതിന്റെ ഫ്ലേവറിന് ഏലക്ക. അത് അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ ചേർക്കാന്ന് പറഞ്ഞു. 3 ഇൻഗ്രീഡിയൻസ്, ഓൺലി 3. അതാണ് നമ്മളുടെ കണ്ടീഷൻ. അതെ, 3 ചേരുവ വിഭവം. ഇത് അരമണിക്കൂർ സമയം. അത് ഗംഭീരമല്ല. ഇത്രയും സെറ്റായി വന്നു ടേസ്റ്റ് കൂടി ചെയ്തു. അതെ. രാധിക ഹാപ്പി ആണെന്ന് തോന്നുന്നു കണ്ടിട്ട് അല്ലേ? ഏകദേശം എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് തോന്നുന്നു. എങ്ങനെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും അറിയില്ല. രാധിക ഈസ് ഹാപ്പി ആൻഡ് കോൺഫിഡൻറ്റ്. ഈ റൗണ്ട് കടന്നു പോകുന്ന ഒരു ധാരണയിലുണ്ട്.
അതായത് ഇവരുടെ റൗണ്ടിൽ 3 പേരുള്ള ഓരോ ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ ഒരാൾ ഡേഞ്ചർ സോണിൽ പോകും. നമ്മൾ ഈ കാണുന്ന ഗ്രൂപ്പിൽ ഒരാൾ ഡേഞ്ചർ സോണിൽ പോകും. ഇത് ഒരാൾ, ഇനി 2 ആൾ കൂടി. അപ്പൊ നമുക്ക് അടുത്ത ആളുടെ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്തൊരു പായസം ആണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പാലെടുത്തു, മിൽക്ക് മെയ്ഡ് എടുത്തു, ദെൻ സേമിയ, അട അങ്ങനത്തെ സംഭവം ഒന്നും അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പച്ചരി എടുത്തു. പച്ചരി കഴുകി കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. സ്പൈസി ഐറ്റം നിങ്ങൾക്ക് ഒരെണ്ണം എടുക്കാം ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഏലക്ക എടുത്തു. അപ്പോൾ അതുകൊണ്ട് പൊടിച്ചെടുക്കും. പാല് തിളപ്പിക്കാൻ വേണ്ടി പാല് തിളയ്ക്കാൻ വെച്ചിരിക്കുകയാണ്. പാലിലേക്ക് മിൽക്ക് മെയ്ഡ് കുറച്ച് നേരം കഴിഞ്ഞ് വേണം നമുക്ക് ആഡ് ചെയ്യാൻ. പാല് ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. പാല് ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. വെച്ച് ഞാൻ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാൻ പോവാണ്. റൈസ് 2 വിസിൽ നമ്മൾ അടിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്. പാകമായി കഴിയുമ്പോൾ ഇതിലേക്ക് ചേർക്കാം. തിളച്ച പാലിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കപ്പൊടി ആഡ് ചെയ്യാം. ഫ്ലേവറിന് വേണ്ടി ഞാൻ ഒരു ഏലക്കയും കൂടി ഇടുന്നു. ചോറ് വെന്തിട്ടുണ്ട്. ഒരുപാട് വെന്ത് പോകാൻ പാടില്ല. ഇത്തിരി വെള്ളം കൂടി ഒഴിക്കുകയാണ്. ചോറ് വേവായിട്ടുണ്ട്. ശരിക്കും ഇതിൽ സേമിയ അല്ലെങ്കിൽ അടയാണ് നമ്മൾ വേവിച്ച് ചേർക്കേണ്ടത്. പക്ഷേ ഇവിടെ അടയും സേമിയയും അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പച്ചരി എടുത്തത്. പച്ചരി ഒരുപാട് വെന്ത് പോകാൻ പാടില്ല, എന്നാലും അത്യാവശ്യം വേവണം. അത് ഞാനിപ്പോൾ വേവിച്ചു. അതിൻ്റെ ഒരു സ്റ്റിക്കി ആവാതിരിക്കാൻ വേണ്ടി കുറച്ച് പച്ചവെള്ളം കൂടെ ആഡ് ചെയ്തു. ഒന്ന് തോർത്തിയെടുക്കും. ഇതിൻ്റെ വേവ് നമ്മളൊക്കെ ഒന്ന് പിടിച്ച് നോക്കി അറിയാൻ പറ്റും. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഉള്ളിലേക്ക് പോകാനായിട്ട് തോന്നും. അത്യാവശ്യം പാകമായിട്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ ഓൾറെഡി മിൽക്ക് മെയ്ഡും പാലും തിളപ്പിച്ച് ഒരു പാകത്തിലാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഏലക്കപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് നമുക്ക് ഈ ചോറ് ആഡ് ചെയ്ത് കൊടുക്കാം. ചോറ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. നമുക്ക് ഒന്ന് ഈ ചോറൊന്ന് മിൽക്ക് മെയ്ഡിൻ്റെ ഒരു ഫ്ലേവറൊക്കെ അതിലേക്ക് വരാൻ വേണ്ടി ഒന്നും കൂടി ലോ ഫ്ലെയിമിലൊന്ന് കയറ്റി ഇതൊന്ന് കുറുക്കിയെടുക്കുകയാണ്. പായസത്തിൻ്റെ ആ ഒരു പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഏകദേശം ഇപ്പം നമ്മുടെ പാലട കുറുകി വന്നിട്ടുണ്ട്. അടയല്ല, അടയില്ലാത്തതുകൊണ്ട് അരിയാണ് യൂസ് ചെയ്തത്. ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഡിഷ്. ഇനി ഇതിൻ്റെ ഫൈനൽ ജഡ്ജ്മെൻ്റ് എല്ലാം ജഡ്ജസാണ് പറയേണ്ടത്. ഞാൻ ഫ്ലോറിൽ അത് വെയിറ്റ് ചെയ്യും. നമസ്കാരം. പേര് പ്രമോദ്.
എവിടെയാ? ഞാൻ മൂവാറ്റുപുഴ മൂവാറ്റുപുഴ. അസിസ്റ്റന്റ് പ്രൊഫസർ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുകയാണ്. അധ്യാപകനാണ്. മാതാ പിത ഗുരു ദൈവം എന്ന് പറയും. അതെ. പക്ഷെ ഗുരുവിന്റെ പോലെ പ്രവർത്തിച്ചാലും ബാക്കിയുള്ളവർക്ക് ഗുരുവാകും. അതെ അതെ. എന്താണ് സ്പെഷ്യൽ? പച്ചരി വെച്ചിട്ടൊരു പായസം, പിന്നെ ഫ്ലേവറിന് വേണ്ടി ഏലക്കപ്പൊടി ആഡ് ചെയ്യും. വേറെ ഐറ്റംസ് വേറെ ഒന്നും മനസ്സിലേക്ക് വന്നില്ല. പായസം ഒരു എളുപ്പ പരിപാടിയല്ലേ? ഏറ്റവും എളുപ്പമുള്ള സാധനമാണ്. മിൽക്ക് മെയ്ഡിന്റെ കൂടെ എന്ത് ചേർത്താലും നല്ലതല്ലേ? വളരെ പഴമുണ്ടെങ്കിൽ അരിഞ്ഞിട്ട് പാലിട്ടാൽ ഒരു പായസം. അപ്പൊ ഈ അധ്യാപനത്തിനോടൊപ്പം ഈ ഒരു പാചകം കൂടാതെ തന്നെ വേറെ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഞാൻ ചെയ്യാറുണ്ട്. വേറെ എന്തൊക്കെയാ ആക്ടിവിറ്റീസ്? എനിക്ക് ആങ്കറിങ് താല്പര്യമുള്ളതാണ്. പിന്നെ പാചകം പിന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഞാൻ മൂവാറ്റുപുഴ ഞങ്ങൾക്ക് ഫിലിമിന്റെ ഓഡിഷൻ ഉണ്ടായിരുന്നു. സിനിമയിലേക്ക് വേണ്ടി അതിലേക്ക് പങ്കെടുത്തായിരുന്നു. അപ്പൊ സിനിമയിൽ അല്ലേ? സിനിമ അല്ലെങ്കിൽ സീരിയലാണ്. കഞ്ഞി ഉണ്ടാക്കല് മാത്രമല്ല ഞങ്ങളുടെ കഞ്ഞിയിൽ പാറ്റി ഇടുക എന്നുള്ളൊരു ഉദ്ദേശം. അതൊരു ഉദ്ദേശം കൂടി ഉണ്ടെന്ന് മനസ്സിലായല്ലോ. അങ്ങനെയില്ല, ചിലപ്പോ പറയാൻ പറ്റില്ല. ഇതിലൊക്കെ കണ്ടിട്ടേ ആരെങ്കിലും ഒക്കെ സിനിമയിലൊക്കെ അഭിനയിക്കാൻ വിളിച്ചാലോ? അല്ല, ഈ സിനിമയില് അഭിനയിക്കണമെങ്കിൽ ജനിച്ച ഉടനെ തന്നെ അതിന് അങ്ങനെയൊന്നുമില്ല. ആർക്ക് വേണമെങ്കിൽ എപ്പോ വേണമെങ്കിലും ആകാലോ. അതൊരു എഴുത്തുകാരനോ സംവിധാനമോ വിചാരിച്ചാൽ നിങ്ങൾ നടന്നായി. ഇപ്പൊ തന്നെ പ്രമോദ് ആഗ്രഹം പറഞ്ഞു. അപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡയറക്ടർ കണ്ടിട്ട് പ്രമോദിന് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ. അല്ല, അവിടെ രണ്ട് ഗുണവും കിട്ടും. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഫുഡ് ഉണ്ടാകണമെങ്കിൽ ചെയ്യാം. പ്രമോദിനെ തന്നെ ഒന്ന് അല്ലേ? അപ്പൊ ഓക്കെ, താങ്ക് യു. നമുക്കിത് കിട്ടിയിരിക്കുന്നത് 3 മെയിൻ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കാനാണ് ഞങ്ങൾക്ക് പറഞ്ഞേക്കുന്നത്. ടൈം ലിമിറ്റ് ഉണ്ട്, അരമണിക്കൂറിൽ ചെയ്യണമെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാനിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത് ഒരു വെജിറ്റബിൾസ് വെച്ചിട്ടുള്ള ഒരു റോൾസാണ്. സുക്കിനി എന്ന് പറയുന്ന ഈ സുക്കിനി റോൾസ് വെച്ചിട്ട് സുക്കിനിയുടെ റോൾസാണ് യൂസ് ചെയ്യാൻ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു ഫില്ലിങ് പോലെ ക്യാരറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യാനുള്ളൊരു പ്ലാനില്ല, ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ. ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി എന്ന് വിചാരിക്കുന്നത്. ഇത് വളരെ ഇങ്ങനെ കനം കുറച്ച് സ്ലൈസായിട്ട് എടുത്തിട്ട് റോൾ ചെയ്ത സുച്ചിനി റോൾ ഉണ്ടാക്കുന്നത്. ഇവിടെ സുച്ചിനി 2 കളറിലെ സുച്ചിനി ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ഗ്രീൻ സുച്ചിനി എടുത്തിട്ടുണ്ട്, യെല്ലോ കളറിലെ സുച്ചിനി എടുത്തിട്ടുണ്ട്. വളരെ കനം കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തിട്ട് എടുത്തിട്ടാണ് ഇത് റോൾ ചെയ്യേണ്ടത്. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം. സീസണിങ്ങിനായിട്ട് ശകലം പിന്നെ ഉപ്പും കുരുമുളക് പൊടിയും കൊടുത്തിട്ടുണ്ട്. 2 സൈഡും ചെറുതായിട്ടൊന്ന്
സുഖിൽ. സുഖിൽ. അതെ അതെ. അതിൽ തന്നെ ഒരു സുഖമുണ്ട്. അതിൽ തന്നെ ഒരു സുഖമുണ്ട് അല്ലേ, സുഖിൽ എന്നുള്ള പേരിൽ. അദ്ദേഹം ടെക്നോ പാർക്കിലാണ്. ആ ആ ടെക്കിയാണ്. ടെക്കിയാണ്. എവിടെ നാട്? ഞാൻ കരുനാഗപ്പള്ളി, കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി സ്ഥലം. പക്ഷേ ഇവിടെ കുറെ വർഷങ്ങളായിട്ട് വേണ്ട സെറ്റിലാണ്. കരുനാഗപ്പള്ളി എന്ന് പറയുമ്പോൾ ഓരോ സ്ഥലം എന്ന് പറയുമ്പോൾ ഞാൻ ഫുഡായിട്ട് കണക്ട് ചെയ്യുള്ളൂ. കരുനാഗപ്പള്ളിയിൽ പുട്ടുകടയാണ്. കരുനാഗപ്പള്ളി പുട്ടുകട നമ്മൾ പ്രോഗ്രാമിന് മുമ്പ് നിർത്തുന്ന പുട്ടുകടയാണ്. അതെ, ഫേമസ് ആയിരുന്നല്ലേ അവിടെ സ്ഥിരം. അതെ അതെ. ഏത് സമയത്ത് രാത്രി ലേറ്റ് ആയിട്ട് പോയിട്ട് കിട്ടുന്ന ഒരു കടയല്ലേ? അറിയാമോ? അറിയാം. ഇവിടുത്തെ അറിയാതിരിക്കാൻ വഴിയില്ല. പിന്നെ അവിടെ ഈ കോസ്റ്റൽ ഏരിയയും കൂടെ ക്ലോസ് ആയിട്ട് വരുന്നുണ്ട്. ആ, ആ. ഞണ്ട്, മീൻ, സീ ഫുഡ്. സുലഭമായിട്ട് കിട്ടുന്ന സ്ഥലമാണ്. സീ ഫുഡിന്റെ ഒരു ഏരിയ അല്ല, മീൻ കിട്ടും. ആ ഏരിയയൊക്കെ ഇത് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ നടന്ന് കാണുമായിരുന്നു. അപ്പൊ എനിക്ക് ഇതിലൊരു കൗതുകം തോന്നി. ഇദ്ദേഹം എന്താണ് ഇതുവരെ കാണാത്ത രീതിയിൽ. നമുക്കൊരു കൗതുകം. പക്ഷെ സുഖിലിന്റെ ഇപ്പൊ ഒരു ടെൻഷനിലാണ്. ഇത് മതിയോ, ഈ അരമണിക്കൂർ സമയത്തിൽ ഇത് ഓക്കെ ആണോ എന്നൊക്കെ ഒരു ടെൻഷനിലാണ് ആള്. ഞാൻ ഇങ്ങനെ ഒരു സംഭവം ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ആ അതെ അതെ. ചില്ലി റോൾസ് എന്നാണ് പറയുന്നത്. അതൊരു സാലഡ് പോലെ സ്റ്റാർട്ടർ എന്ന് വേണമെങ്കിൽ പറയാം. പറയാം. പക്ഷെ ഇത് എന്താ ഒരു ഇന്നോവേഷൻ ആണെന്ന് തോന്നുന്നല്ലേ? നിങ്ങൾ കണ്ടുപിടിച്ചാണ് അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഇല്ലല്ല, ഉണ്ടല്ലേ? ഇങ്ങനെ കണ്ടിട്ടില്ല ഞാൻ. ഇത് ആലോചിച്ച് കണ്ടെത്തിയതാണ്. ഈ അരമണിക്കൂർ സമയം 3 ഇൻഗ്രീഡിയൻസ് ഒക്കെ പലതും മനസ്സിൽ പോയി. ഇത് 3 എന്ന് പറയാൻ എന്തൊക്കെയുണ്ട് ഇതിന്റെ അതിപ്പോ? മെയിനായിട്ട് ഇത് രണ്ടും 2 കളറിലുള്ള സുഖിനിയാണെന്നേ ഉള്ളൂ. രണ്ടും സെയിം തന്നെ. ഒന്നായിട്ട് സുഖിനിയാണ്, ഒന്നായിട്ട് എടുക്കാം. പിന്നെ ക്യാരറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ക്യാരറ്റ്. പിന്നെ സീസണിങ്ങിന് നമുക്ക് കുരുമുളകും ശകലം ഷുഗറും അത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ കണ്ടീഷൻ പ്രകാരം. സോറി, ഷുഗർ അല്ല, ഉപ്പ് ഉപ്പാകാം, ഈവൻ കുരുമുളകാകാം. പിന്നെ അഡീഷണൽ ആയിട്ട് എടുത്ത് നാരങ്ങ. നാരങ്ങ മാത്രമേ ഉള്ളൂ. അപ്പൊ 3 എന്ന് പറയുമ്പോൾ നാരങ്ങ, പിന്നെ അത് കഴിഞ്ഞ് ക്യാരറ്റ് ആൻഡ് സുഖിനി അല്ലേ? 3 ഒന്നും അങ്ങോട്ട് മിക്സ് ആക്കിയിട്ടില്ല, എല്ലാം സെപ്പറേറ്റഡ് ആയിട്ടുള്ള. സെപ്പറേറ്റഡ് ആയിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് ഓരോ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും. അറിയാം. അതാണ് പ്രശ്നം. നോക്കാണ് സുഖിൽ ഇങ്ങനെ എന്താവോ ആവോ. അപ്പൊ ഇത് ചൂടാക്കുന്നുണ്ട്, അതെന്താണ് പരിപാടി? ചെറുതായി റോള് ചെയ്യണമെന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ശാലോ അതിനെ ഒന്ന് ടെൻഡർ ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഉരുട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും ഇങ്ങനെ റോൾ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പിഞ്ഞ പോകും. അപ്പൊ മയിലെണ്ണയിലിട്ടാണ് ഉപയോഗിക്കുന്നത്? അല്ല, ഞാൻ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ട്രൈ ചെയ്യാം. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാൻ പോകും. അവനെ പോലീസ് പിടി. മനസ്സിലായി. പീകോക്കിന്റെ ഓയിലാക്കുമെന്നാണ് സാധാരണ വളയാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് മയിലെണ്ണ. ഇതിനെ വളയ്ക്കാൻ വേണ്ടി അതാണോ ഉപയോഗിച്ചതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. വളഞ്ഞു പോകുന്നത് ഡൗട്ട് ചെയ്യുക. സ്വന്തമായിട്ട് അപ്പൊ സുഖില് എന്തായാലും വളച്ചെടുത്ത് പലതും വളച്ചെടുക്കുന്ന കണ്ടിട്ടുണ്ട്. പല പെണ്ണുങ്ങൾ വളച്ചെടുക്കുന്നതൊക്കെ പറയും. പക്ഷെ വെള്ളിരിക്ക വളച്ചെടുക്കുന്ന ഫസ്റ്റ് ടൈമാണ്. എന്തായാലും കൗതുകം ഉണ്ടായിരുന്നു. ഞാൻ ഇത്ര നാൾ ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നത് എന്താണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, താങ്ക് യു സർ. Kitchen Magic powered by Kitchen Treasures and presented by Datri Eat Pure Net Tasting and Judgment Round. Chef, നമ്മുടെ ജോലി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മളുടെ കണ്ടസ്റ്റൻസ് ഷെഫ്, നമ്മളുടെ സുഖിൽ, രാധിക ആൻഡ് റമൺ. അപ്പോൾ ഓരോരുത്തരായിട്ട് വരിക. ആദ്യം സുഖിൽ തന്നെ വരും. എന്താ ഉണ്ടാക്കിയ? സാർ, ഞാൻ സുക്കിനി റോളാണ്. സുഖിനി റോൾ അതെങ്ങനെയാണെന്നൊന്ന് പറയോ? അതെ അതെ അതെ. അപ്പോൾ ഇത് ജസ്റ്റ് വളരെ സ്ലൈസ് ചെയ്തിട്ട് തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് അത് പാനിലൊന്ന് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തു അത് റോൾ ചെയ്യാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടി. അതെ. അതിനുശേഷം അതിനകത്തൊരു ഫില്ലിങ് പോലെ ഒരു ലുക്ക് ആൻഡ് ഫീൽ കിട്ടാൻ വേണ്ടി ക്യാരറ്റ് ചെറിയ ചെറിയ ജൂലിയൻ കട്ടിങ് ചെയ്തിട്ട് അത് അതിനകത്ത് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് റോൾ ചെയ്തു. പെപ്പറും അതുപോലെ ഉപ്പും അതെ ലൈമും കൊടുത്തു. ഉണ്ടാക്കിയിട്ട് യു ആർ ഹാപ്പി വിത്ത് ദിസ്? ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ടേസ്റ്റ് നോക്കിയായിരുന്നു. എങ്ങനെയായിരുന്നു? സാലഡ് കഴിക്കുന്ന ടേസ്റ്റ് പോലെ തോന്നി. സാലഡ് ടേസ്റ്റ്. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ? ഞാൻ താഴോട്ട് ഇറങ്ങിയോന്ന് എനിക്ക് അറിയത്തില്ല. ഇച്ചിരി തിന്ന് നോക്കൂ.
Just have it and see. Take it. I'm telling you to taste. तुमको final product ने result വേണം. What result is coming? അതെ. ഇപ്പം zucchini quality എന്താ അറിയാം? When you slice it, ആ ഒരു acid content വേണം to cook it nicely. ഇപ്പം cook ആയിട്ടുണ്ടോ അത്? ആ ആയിട്ടില്ല ഇതൊന്നും ആയിട്ടില്ല. It's raw, അല്ലേ? ഒരു It's raw. അതെ So basically പെപ്പറിന്റെ ടേസ്റ്റ് വരും. അതിനകത്ത് ഞാൻ നമുക്ക് ടൈം കിട്ടാഞ്ഞത് കൊണ്ട് ഒരു 3-4 പീസ് ഞാൻ കുക്ക് ചെയ്തോളായിരുന്നു. ബാക്കി ഞാൻ ബാക്കി ഇത് അതാ പറഞ്ഞ ലാസ്റ്റ് എപ്പിസോഡിൽ സെയിം മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഏതാ പറഞ്ഞ ഫിഷ് ആയിരിക്കും. അപ്പൊ അത് use ചെയ്യും. ഞാനിപ്പോ ഈ ഒരു 2-3 വെക്കുമ്പോൾ ഒരു ഭംഗിയില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ പെട്ടെന്ന് ഉള്ള സമയത്തിന് അപ്പൊ റോൾ ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നില്ലല്ലോ? ഉണ്ടായിരുന്നു. റോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ടെൻഡർ ഉണ്ടായിരുന്നു. ഇതൊന്ന് നോക്കാം. ഏതാണ് നോക്കണ്ടേ? കുക്ക്ഡ് ആയത്. ഷെഫ് അത് നോക്കും. സുഗിൻ എന്റെ ക്വസ്റ്റ്യൻ സുഗിൻക്ക് മനസ്സിലായില്ല. മനസ്സിലായി. If you are not happy ആ with the product, you should not present. ഓക്കെ മനസ്സിലായോ? അതെ മനസ്സിലായി. If you have sufficient with three pieces മതി. അത് മതിയായിരുന്നു. കൂടുതൽ കാണിച്ച് കൂടുതൽ കുളമാക്കണ്ടെന്നാണ്. പറഞ്ഞ മനസ്സിലായി. പെപ്പർ ഫ്ലേവർ കൂടുതലാണ് കൂടുതൽ വന്നിട്ടുള്ളൂ. മനസ്സിലായി. ഒരു മുളകേ വരുന്നുള്ളൂ. എനിവേ ഓക്കെ നോക്കാം. That's it. രാധിക ഹൽവയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 3 ഇൻഗ്രീഡിയൻറ്റ്. അതെ. എന്താ ഇൻഗ്രീഡിയന്റ് യൂസ് ചെയ്തത്? ഇതില് കോൺഫ്ലവർ ഉണ്ട്, നെയ്യ്, പഞ്ചസാര, പിന്നെ ഏലക്കാപ്പൊടി ജസ്റ്റ് ഫ്ലേവറിന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കും. ഷേപ്പായിട്ട് കട്ട് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. മധുരമൊന്നും കൂടുതലൊന്നും അല്ല. ഒരു ചെറിയ സജഷൻ ഉണ്ട്. ഹൽവ ഉണ്ടാക്കുമ്പോഴേ ജസ്റ്റ് കാർഡമം ഇച്ചിരി ഗീയിൽ സോത്തെ ചെയ്ത് വെക്കണം. ഒരു ഇറ്റ് വിൽ ലുക്ക് മോർ ബെറ്റർ. ഒരു അപ്പീലിംഗ് ഉണ്ടാവും. ഇപ്പം രാധിക എന്താ ചെയ്തേ? ചുമ്മാ ഒരു മുകളിൽ വെച്ചു. അത് ഇച്ചിരി ഗീയിൽ സോത്ത് ചെയ്യുമ്പോൾ ഇച്ചിരി ഭംഗിയായിട്ട് അത് കിട്ടും. This is only my suggestion. എടുക്കാവുന്ന സജഷനാണ്, കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. സേഫ് ഗ്രൗണ്ട്സിലാണ്. മൂന്നാമത്തെ ആള് വന്നോളൂ, മിസ്റ്റർ പ്രമോദ്. പ്രമോദ് ഒരു പായസമാണ് അല്ലേ? ഒരു എളുപ്പ പരിപാടിയിൽ നിർത്തിയിരിക്കുവാണ്. കാര്യം മിൽക്ക് മെയ്ഡ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്തത് അല്ലേ? പച്ചരിയും പഞ്ചസാരയും പാലും. കുഴപ്പമില്ലാന്നല്ല, കുഴപ്പമുണ്ട്. റൈസ് നോക്കിച്ചു, ചോറ് കഴിച്ചു നോക്കിയോ? അതിനകത്തുള്ള റൈസ് നന്നായിട്ട് വെന്തിട്ടുണ്ടോ? പായസത്തിന് നമ്മൾ ഇത്ര വേവിക്കുള്ളൂ, പാൽപ്പായസം. പിന്നെ സേമിയയും അടയൊന്നും ഇല്ലായിരുന്നു. ഞാൻ ആ ഒരു സ്റ്റൈലിലേക്ക് കുറച്ച് ഓവറായിട്ട് വേവിച്ചില്ല. അതല്ലേ വേവിക്കണ്ടേ, ഓരോന്നിനും ഓരോ വേഗില്ലേ. അടയും സേമിയയും ആണെങ്കിലും നമ്മൾ വേഗിച്ചല്ലേ കഴിക്കുന്നത്. അപ്പൊ അരി കൊണ്ട് നമ്മളൊരു പാൽപ്പായസം ഉണ്ടാക്കിയാൽ എന്ത് ചെയ്യും? അടയുടെ വേഗ മതിയോ, അതല്ലെങ്കിൽ സേമിയയുടെ വേഗ മതിയോ? പോരാ അല്ലേ? നന്നായിട്ട് വേണം, കൂടുതലൊന്നല്ല, നന്നായിട്ട് വേണം. പായസം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? നമ്മൾ ചോറ് പാകത്തിന് അല്ലാതെ കൂടുതൽ വെന്ത് പോകുമ്പോൾ നമ്മളൊരു പറച്ചിലുണ്ട്, എന്താണ് പായസം പോലെ ആയി എന്ന് പറയും ഇല്ലേ? ചോറ് അങ്ങനെയല്ലേ പറയാ? പായസമില് ഒരു തിക്നെസ് വേണം നമുക്ക്, റൈറ്റ്? അത് തിക്നെസ് വന്നില്ല, അറിയാം എന്തിനാ? കുറുകിയിട്ടില്ല. ബിക്കോസ് റൈസ് ഈസ് നോട്ട് കുക്ക് പ്രോപ്പർലി. റൈസ് കുക്കാവുമ്പോൾ റൈസിന് സ്റ്റാർച്ച് വരും. റൈസിൽ വീട്ടിലുണ്ടാക്കത്തില്ലേ, when you strain the rice, ഒരു അത് വന്നില്ല അതിനകത്ത്. ദാറ്റ്സ് വൈ യുവർ തിക്നെസ് ഇസ് നോട്ട് ദേർ. ആക്ച്വലി മിൽക്ക് മെയ്ഡ് ഉണ്ടായിരുന്നു, പാലുണ്ടായിരുന്നു, റൈസ് ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ ആ പാലും റൈസും കൂടി കിടന്ന് വെന്ത് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡായി. അപ്പൊ പിന്നെ എന്തിനാ അതെന്തിനാ? പക്ഷേ പ്രമോദ്, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, അവിടെ പ്രഷർ കുക്കർ ഉണ്ടായിരുന്നു, അതിനെ വേവിച്ചോ? എന്നിട്ടാണ് ഈ അവസ്ഥ. ഒരു പായസം ഉണ്ടാക്കുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു കറക്റ്റ് രീതിയിൽ വേണം. അതിൻ്റെ പകുതി പോലും വന്നിട്ടില്ല എന്നുള്ളതാണ് വിഷമം. ഓക്കെ,
പിന്നെ 3 പേരുടെയും വിഭവങ്ങൾ ഞങ്ങൾ സ്വാദ് നോക്കി, അഭിപ്രായങ്ങളും പറഞ്ഞു. അത് വിഷമിപ്പിക്കുന്ന അഭിപ്രായങ്ങൾ ഉണ്ടാവും, സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ. നമ്മളൊരു ജഡ്ജ്മെൻറ്റിന് നിൽക്കുമ്പോൾ അതിൻ്റെ നല്ലതും പറയണം, ചീത്തയും പറയണം. എങ്കിൽ മാത്രമല്ലേ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവുള്ളൂ. ഇനി നിങ്ങളിനി ചെയ്യുമ്പോഴും ചേഞ്ചസ് ഉണ്ടാവണം. നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ചെയ്യണ്ടേ ഈ കാര്യത്തിൽ? ഞങ്ങൾ വെറുതെ അഭിപ്രായം പറഞ്ഞിട്ട് നിൽക്കുന്ന ആൾക്കാരല്ലല്ലോ, നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് പറയുന്നത്. സോ സുഹേലിൻ്റെ കാര്യത്തിൽ കുറേ കാര്യങ്ങൾ പ്രശ്നമുണ്ട്. ആൻഡ് പ്രമോദിൻ്റെ കാര്യത്തിൽ ഇഷ്ടംപോലെ പ്രശ്നം. രാധികയാണ് ഇപ്പോൾ തൽക്കാലം സേഫായിട്ട് നിൽക്കുന്നത്. വലിയ കോംപ്ലിക്കേഷനൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് അങ്ങ് റെഡി ആക്കി. ഭാഗ്യത്തിന് അങ്ങനെ ഒരു ഐറ്റം ഓർമ്മ ഒപ്പിച്ചു മാറി. ഓക്കെ ഫൈൻ. ഇതിപ്പോൾ ആരെങ്കിലും ഒരാൾ ഡേഞ്ചർ സോണിൽ പോയേ പറ്റുള്ളൂ. നിങ്ങൾ ആരായിരിക്കും പോകുന്നത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അങ്ങനെ വാട്ട് അബൌട്ട് യു പ്രമോദ്? പ്രമോദ്, സുഖിൽ, who wants to go to the danger zone? You should complain, no? We give ideas to do you. Like, we'll give you chicken. This was your choice. Yes, exactly. Right? Your choice, you make it, you do it, you do the presentation. നമുക്ക് രണ്ടുപേരെ വിടാം. കുഴപ്പമില്ല, വിൽ ഡു ദാറ്റ്. അത് ചേഞ്ച് ആയിക്കോട്ടെ. കാര്യം ഈക്വലി ബാഡാണ് കാര്യങ്ങൾ. ഓക്കെ, ഇപ്പോൾ ഈ ഒരു റൗണ്ടിൽ 2 പേര് ഒന്നിച്ച് ഡേഞ്ചർ സോണിൽ, പ്രമോദ് ആൻഡ് സുഖിൽ ആൻഡ് പ്രമോദ്. നിർഭാഗ്യവശാൽ നിങ്ങൾ 2 പേര് ഒന്നിച്ചാണ് ഡേഞ്ചർ സോണിലേക്ക് പോയത്. സാധാരണഗതിയിൽ ഒരു റൗണ്ടിൽ നിന്ന് ഒരാളാണ് പോകാറ്. പക്ഷെ ഞങ്ങൾക്ക് തീരെ നിവൃത്തിയില്ലാത്ത അവസ്ഥയായി. കാര്യം ഇതിലിപ്പോൾ പ്രമോദിനെ എന്തായാലും വിട്ടല്ലേ പറ്റുള്ളൂ, സുഖിലിനെയും വിട്ടേ. അപ്പോൾ അതും വലിയ ഗുണമുള്ള ഡിഷല്ല. അപ്പോൾ ഒരു ഡിസ്ക്രിമിനേഷൻ പാടില്ലല്ലോ. മനസ്സിലായി. ഓരോരോ പ്രാവശ്യവും ഡേഞ്ചർ സോണിൽ പോകുമ്പോൾ യു ലേൺ അല്ലേ വാട്ട് ഇസ് എ മിസ്റ്റേക്ക്. സോ നെക്സ്റ്റ് ടൈം കുറച്ചുകൂടെ നല്ല രീതിയിൽ വരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും ഇനി ഒരു റൗണ്ടിൽ പോകണം. അതൊരു എലിമിനേഷൻ റൗണ്ട് ആയിരിക്കും നെക്സ്റ്റ്. ഇനി ഡേഞ്ചർ അല്ല, വിൽ ബി ഗോയിങ് സ്ട്രേറ്റ് ടു ആൻ എലിമിനേഷൻ പ്രോസസ്. അതിൽ നന്നായിട്ട് എഫേർട്ട് എടുക്കുക, അല്ലെങ്കിൽ എലിമിനേഷൻ ഈ പ്രോഗ്രാമിൽ നിന്ന് തന്നെ പോണ്ടി വരും. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ്. ഏതായാലും ഈ കാഴ്ചകളെല്ലാം നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇനിയും കൂടുതൽ വിശേഷങ്ങൾ ബാക്കി ഗ്രൂപ്പുകളുടെ എല്ലാം കാണണ്ടേ? അപ്പോൾ അതിനായി കാത്തിരിക്കുക. നാളെ ഇതേ സമയം.